എടി, ലൈഫ് ടൈം ഫ്രീ ആയ ക്രെഡിറ്റ് കാർഡ് ഏതാ നല്ലത്? നിനക്ക് ആ രതീഷ് മേനോനോട് ചോദിച്ചൂടെ? നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോയിൽ നമ്മളിന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മാസം, അതായത് ജൂലൈ മാസത്തിൽ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഏതാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഏതാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എല്ലാ മാസത്തിലും ഇതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് എല്ലായ്പ്പോഴും ഓഫറുകളും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു SBI എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ കിട്ടിയെന്ന് കരുതുക. ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടിയത് ചിലപ്പോൾ സൗജന്യമായിരിക്കും, പക്ഷേ അടുത്ത മാസം അത് സൗജന്യമായിരിക്കില്ല. അത് മാത്രമല്ല, ഓരോ മാസവും വ്യത്യസ്ത ചാനൽ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ തന്നെ അവരിൽ ഓഫറുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിൻ ഫീ വ്യത്യാസം ഉണ്ടാവും. അത് ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളടുത്ത് പറയാറുണ്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ലിങ്കിൽ കൂടി ആയിരിക്കണമെന്ന്. ആ ഒരു ലിങ്കിൽ കൂടി പോകുമ്പോൾ ആ ഒരു മാസം ഒരു പ്രത്യേക കാലയളവിൽ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് സൗജന്യമായിട്ട് ലഭിക്കും. പക്ഷേ അടുത്ത മാസം നിങ്ങൾ ആ ഒരു ലിങ്കിൽ കൂടി തന്നെ അപ്ലൈ ചെയ്താൽ സൗജന്യമായിരിക്കില്ല. അതുമാത്രമല്ല, ഒരേ സമയം രണ്ട് ക്രിയേറ്റേഴ്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ലിങ്കിലും ചിലപ്പോൾ ഒരെണ്ണത്തിൽ ഫീ ഉണ്ടാവാം, ഒരെണ്ണത്തിൽ ഫീ ഉണ്ടാവില്ല. അങ്ങനെയും വ്യത്യാസം ഉണ്ടാവും. അത് ചാനൽ പാർട്ട്നേഴ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഇത്തരത്തിൽ ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യും മുമ്പേ ഞാൻ 3 കാര്യങ്ങൾ എടുത്ത് പറയാം. അതായത് ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യ ഡേറ്റിന് തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം സിബിൽ സ്കോർ അത് 720 ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഈ ഒരു മാസത്തെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡുകൾ, അതായത് ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളും ബെസ്റ്റ് ഓഫറുകളുള്ള ക്രെഡിറ്റ് കാർഡുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് കിവി എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമ്മൾ UPI ട്രാൻസാക്ഷൻസിന്, അതായത് നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൽ കൂടുതൽ ഗുണമുള്ളത്. അതായത് നമ്മൾ കിവിയുടെ 2 തരത്തിലുള്ള കാർഡുകളുണ്ട്. അതിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ഓരോ ട്രാൻസാക്ഷനും ലഭിക്കും. ഇനി കിവിയുടെ തന്നെ കിവി നിയോൺ എന്ന് പറയുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡുണ്ട്. അത് നമ്മൾ ആനുവൽ ഫീ കൊടുത്ത് വാങ്ങുന്ന ക്രെഡിറ്റ് കാർഡാണ്. ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് 2% ക്യാഷ് ബാക്ക് ലഭിക്കുക. ഇനി നമ്മൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അല്ല നടത്തുന്നത്, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 0.5% ക്യാഷ് ബാക്കാണ് കിട്ടുക. ഇനി മറ്റുള്ള ട്രാൻസാക്ഷനുകൾ നമ്മൾ ഏത് നടത്തി കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 2 റിവാർഡ് പോയിൻറ്റ് കിട്ടും. അത് നമുക്ക് പിന്നീട് ഗിഫ്റ്റുകളായിട്ടും അല്ലെങ്കിൽ ക്യാഷൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് റിഡീം ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഞാനിവിടെ 2 ക്രെഡിറ്റ് കാർഡുകൾ സൂചിപ്പിച്ചല്ലേ. കിവിയുടെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള, അതായത് ആനുവൽ ഫീയോ ജോയിൻ ഫീയോ ഒന്നും തന്നെ നൽകേണ്ടതില്ലാത്തൊരു ക്രെഡിറ്റ് കാർഡും കിവിയുടെ നിയോൺ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡും നമ്മളോട് സൂചിപ്പിച്ചു. അപ്പോൾ കിവിയുടെ നിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് ലഭിക്കും. അതുപോലെ 50,000, 1,00,000, 1.5, 2 അങ്ങനെ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും നമുക്ക് ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ലഭിക്കും. പക്ഷേ അത് നമുക്ക് സൗജന്യമായിട്ടുള്ള ലഭിക്കുന്ന ഒരു കാർഡല്ല. അതിന് നമ്മൾ 999 രൂപ പ്ലസ് GST എന്ന തോതിൽ നമ്മൾ ആനുവൽ ഫീ നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാ വർഷവും നൽകേണ്ടിയും വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർഷത്തിൽ 1.5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ 2 കാർഡുകളാണ് നമ്മൾ കിവിയുടെ ഇവിടെ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് അടുത്ത ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് നോക്കാം. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അത് ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ വരുന്ന ഓഗസ്റ്റ് 25 വരെ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം തന്നെയാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക്, അതായത് ഫ്ലിപ്കാർട്ടിലെ ഹെൽത്ത് പ്രൊഡക്റ്റുകൾ ഒഴികെയുള്ള പ്രൊഡക്റ്റുകൾക്ക് 5% ക്യാഷ് ബാക്ക് ലൈഫ് ടൈം കിട്ടും. ഈ 5% തന്നെ നമ്മൾ ക്ലിയർ ട്രിപ്പിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. പക്ഷേ ഇത് ക്വാർട്ടർലി 4,000 രൂപ വരെ നമുക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വർഷത്തിൽ 16,000 രൂപ വരെയാണ് ഇത്തരത്തിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. ഇനി നിങ്ങൾ മിന്ത്രയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7.5% ക്യാഷ് ബാക്കാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. പിന്നെ സ്വിഗ്ഗി, PVR, ഊബർ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് 4% ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്. പക്ഷേ അതിനവിടെ ലിമിറ്റൊന്നുമില്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. അതായത് 350 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അത് നമുക്ക് 250 രൂപയുടെ ഫ്ലിപ്കാർട്ടിൽ ഉപയോഗിക്കാം, 100 രൂപ നമുക്ക് സ്വിഗ്ഗിയിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ഇത് കൂടുതലും നമുക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൽ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. അതുപോലെ ആനുവൽ ഫീയോ ജോയിൻ ഫീയോ ഒന്നും തന്നെ നമ്മൾ നൽകേണ്ടതില്ല.
പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻ്റർനാഷണലി എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ ആ ഒരു രാജ്യത്തെ ക്യാഷ് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മാർക്കപ്പ് ഫീ വരാറുണ്ട്, ഫോറിൻ മാർക്കപ്പ് ഫീ. അപ്പോൾ അത്തരത്തിലുള്ള ഫീ ഒന്നും തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഉണ്ടാവില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് പെട്ടെന്ന് ആകർഷണീയമായിട്ടുള്ള ഓഫറുകൾ തോന്നില്ല, പക്ഷേ നമുക്ക് റിവാർഡ് പോയിന്റുകളായിട്ട് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവർ സ്കാപ്പിയ പോയിന്റ് എന്ന് പറഞ്ഞ് നമുക്ക് റിവാർഡ് പോയിന്റ്സ് തരും. അത് നമുക്ക് പിന്നീട് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് 5 സ്കാപ്പിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നമ്മൾ 100 രൂപ ഏതെങ്കിലും ട്രാവൽ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 സ്കാപ്പിയ പോയിന്റും മറ്റ് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 10 സ്കാപ്പിയ പോയിന്റാണ് കിട്ടുന്നത്. അതായത് ട്രാവൽ കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 രൂപ ഓരോ 100 രൂപയ്ക്കും ക്യാഷ് ബാക്ക് കിട്ടും. മറ്റുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 2 രൂപയാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സ് ആണ്. പക്ഷേ എനിക്കത് ബെസ്റ്റായിട്ട് തോന്നാത്ത മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എന്നാൽ അത് ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. അതായത് നമ്മുടെ RBLൻ്റെ ഷോപ്പ്റൈറ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും അവർ 20 റിവാർഡ് പോയിന്റ് തരും. അതായത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 പൈസയ്ക്ക് തുല്യമാണ്. മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ തരുന്നത് ഓരോ 100 രൂപയ്ക്കും 1 റിവാർഡ് പോയിന്റ് മാത്രമാണ്. അതേസമയം നമ്മൾ ഇപ്പോൾ ബുക്ക് മൈ ഷോ പോലുള്ളതിലൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് വർഷത്തിൽ 15 തവണ 10% ഡിസ്കൗണ്ട് കിട്ടും. അതായത് പരമാവധി 100 രൂപ വരെയാണ്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഓഫർ. പിന്നെ നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഉള്ള പോലെ തന്നെ നമുക്ക് ഫ്യൂവൽ സർചാർജ് വൈവർ ചെയ്യലുണ്ട്. പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ആകർഷണീയത. പിന്നെ കിട്ടാൻ വളരെ എളുപ്പവുമാണ്. ഇപ്പോൾ ബജാജിൻ്റെ ഫിനാൻസ് വഴി EMI ആയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് TV അല്ലെങ്കിൽ മൊബൈലൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതായത് ചെറിയൊരു ഗുണം, ആദ്യമായിട്ട് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതായത് പെട്ടെന്ന് കിട്ടും. പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ ജോയിനിങ് ഫീയും ആനുവൽ ഫീയോ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കിത് സൗജന്യമാണ്. ഇതുപോലെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അത് ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ്. HDFCയുടെ ക്രെഡിറ്റ് കാർഡാണ് ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഇതുപോലെ ജോയിനിങ് ഫീ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ടാറ്റ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവർക്ക് 10% സേവിങ്സ് ലഭിക്കുക. ഇപ്പോൾ ടാറ്റയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ എല്ലാ മേഖലയിലും അവർക്ക് നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. തനിഷ്ക് ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഉണ്ടല്ലോ, ക്രോമാട്ട അല്ലേ, അങ്ങനെ ധാരാളം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് 10% സേവിങ്സ് ലഭിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം കൂടുതൽ ഉപയോഗിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുക. ടാറ്റയുടെ പ്രൊഡക്റ്റുകൾക്ക് മാത്രമല്ല ഡെയിലി സേവിങ്സ് കിട്ടുക. ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 1.5% ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, അതായത് റൂപേ ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ആപ്പിൽ കൂടി തന്നെ ആയിരിക്കണം നമ്മൾ കൂടുതലും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്ന പല ആളുകളുടെയും ഉദ്ദേശം തന്നെ ശരിക്കും എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് ആണ്. അത് ഈ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇടുന്ന ക്രെഡിറ്റ് കാർഡുകളൊപ്പം കിട്ടൽ വളരെ കുറവാണ്. അതിന് അവർ എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട്, അതായത് ജോയിനിങ് ഫീ ഒക്കെ കൊടുത്തുകൊണ്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ഇത്തരത്തിലുള്ള ഓഫറുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ടാറ്റ ന്യൂവിൻ്റെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ പറഞ്ഞ പോലെ സൗജന്യമല്ല. ഇതിന് 1499 രൂപ പ്ലസ് GST എന്ന തോതിൽ ജോയിനിങ് ഫീ കൊടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ആനുവലിയും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലോഞ്ച് ആക്സസ് ആണ് ഇതിൽ തരുന്നത്. 8 ഡൊമസ്റ്റിക് എയർപോർട്ടിലും 4 നമുക്ക് ഇൻ്റർനാഷണലിലും ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് 12 ലോഞ്ച് ആക്സസ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ തരുന്നുണ്ട്. പക്ഷേ മിക്ക ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഇത്രയൊക്കെ കൊടുത്താലും ഇത്ര അധികം ഒന്നും നമുക്ക് ലോഞ്ച് ആക്സസ് തരാറില്ല. പിന്നെ വർഷത്തിൽ നിങ്ങൾ 3 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ഈ ഒരു ഇൻഫിനിറ്റി കാർഡ് ഉപയോഗിച്ചിട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ കൊടുക്കേണ്ടിയും വരില്ല. അത് നിങ്ങൾക്ക് അവർ റിട്ടേൺ തരും. അങ്ങനെയും ഒരു ഗുണം ഈ ഒരു കാർഡിനുണ്ട്. ജൂലൈ മാസത്തിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ഏറ്റവും അവസാനത്തേതാണ് IDFC ഫസ്റ്റിൻ്റെ മില്ലേനിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ഇത് അവസാനം ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് അവർ സിറ്റി ലിമിറ്റിലുള്ളവർക്ക് മാത്രമേ അവർ തരാറുള്ളൂ. ഇത് നമ്മൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിവാർഡ് പോയിന്റുകളൊക്കെ തന്നെ നമുക്ക് എക്സ്പയർ ആവുന്നതുമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവന്മാർ എപ്പോഴും കുഴപ്പമിതാണ്, അവർ സിറ്റി ലിമിറ്റിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ന്യൂനതയാണ്. ഇനി എന്താണ് ഇതിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആക്സസ് ഉണ്ട്. പക്ഷേ അത് തരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ലോഞ്ച് ആക്സസ് ആണ്. നിങ്ങൾ റെയിൽവേ ലോഞ്ച് ആക്സസ് ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എവിടേക്കാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു EMI ട്രാൻസാക്ഷൻ നടത്തുകയും അതിനോടൊപ്പം നമ്മൾ ഒരു 5000 രൂപയുടെ എന്തെങ്കിലും സ്പെൻഡിങ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ വരെ, അതായത് 5% എന്നാണ് പറയുന്നത്, പരമാവധി 1000 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ലഭിക്കും. ഇത് കൂടാതെ 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വച്ചിട്ടും ഇവർ തരും.
അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു കാർഡിനുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മുടെ വാഹനത്തിന് ഇവർ തരുന്നുണ്ട്. മുമ്പ് നമ്മൾ IDFCയുടെ ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്ന സമയത്ത് നിരവധി ഓഫറുകളായിരുന്നു ആ ഒരു കാർഡിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ നന്നായിട്ട് ഓഫറുകളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം സൗജന്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റി ലിമിറ്റിലുള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ കിവി ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ളതൊക്കെയാണ് കുറച്ചും കൂടി നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ധാരാളം UPI സ്പെൻഡിങ് നടത്തുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആധാറും പാനും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അത് ഉപയോഗിച്ച് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രം നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക. പ്രവാസികൾക്ക് എന്തായാലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ സാധ്യതകളില്ല. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു FD ഒക്കെ കൊടുത്തുകൊണ്ടൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന രീതിയിലുള്ളത് ഞാൻ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിപ്പോഴും ഓഫർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 25,000 രൂപയൊക്കെ FD ഇട്ട് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മാസം ജൂലൈയിൽ നമുക്ക് നിലവിലുള്ള ഓഫറുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.